നമസ്കാരം. പുലർച്ചെ 2 മണിയോടെ വഴിതെറ്റി കാട്ടുകൊമ്പൻ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണു. 4 മണിയോടെ രക്ഷാപ്രവർത്തനത്തിന് വനപാലക സംഘമെത്തി. പിന്നാലെ നഷ്ടപരിഹാര തുകയും ചൊല്ലിയും സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തിയും നാട്ടുകാരുടെ പ്രതിഷേധം. തുടർന്ന് ഉദ്യോഗസ്ഥ സംഘത്തിൻ്റെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ മാരത്തോൺ ചർച്ച. 15 മണിക്കൂറിന് ശേഷം കാട്ടുകൊമ്പനെ കരയ്ക്കെത്തിച്ച് കാട് കയറ്റൽ. പിന്നാലെ പ്രതിഷേധവും. ഇന്നലെ കോട്ടപ്പടി പ്ലാച്ചേരിയിൽ കാട്ടാന സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ അകപ്പെട്ടത് മുതൽ കരകയറ്റി കാട്ടിൽ എത്തിക്കുന്നത് വരെയുള്ള സംഭവ പരമ്പരകളുടെ ഏകദേശ രൂപം ഇങ്ങനെ. ഇന്നലെ പുലർച്ചെ 2 മണിയോടടുത്താണ് 3 ആനകൾ കോട്ടപ്പടി പ്ലാച്ചേരിയിലെ ജനവാസ മേഖലയിൽ എത്തിയത്. ആനക്കൂട്ടം എത്തിയതറിഞ്ഞ് ടോർച്ചും വെളിച്ചവും ഒക്കെ തെളിച്ച് നാട്ടുകാർ ഇവയെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും തുരത്താൻ ശ്രമിച്ചിരുന്നു. ഇതിനിടെയാണ് 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന കൊമ്പൻ കിണറ്റിൽ വീണത്. 10ഓളം വീട്ടുകാർ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന കിണറായിരുന്നു ഇത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുലർച്ചെ 4 മണിയോടെ വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തി. കിണറിന്റെ തീരം ഇടിച്ച് കൊമ്പനെ കരക്ക് കയറ്റി വിടുന്നതിനായി പദ്ധതി തയ്യാറാക്കി മണ്ണുമാന്തി യന്ത്രവും അനുബന്ധ സജ്ജീകരണങ്ങളുമായിട്ടാണ് ഉദ്യോഗസ്ഥ സംഘം എത്തിയത്. ആന അകപ്പെട്ട സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലേക്ക് വഴി തീർത്താലേ മണ്ണുമാന്തി യന്ത്രം എത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നതായിരുന്നു സ്ഥിതി. ഇതിനുള്ള മാർഗങ്ങൾ ആരായവയാണ് നാട്ടുകാർ ഉടൻ തന്നെ പ്രതിഷേധവുമായി ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തുന്നത്. കിണറിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ആവശ്യമായ തുക നൽകണം, മേലിൽ ആനശല്യം ഉണ്ടാകാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കണം തുടങ്ങിയവയായിരുന്നു നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ഇക്കാര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉറപ്പ് സ്വീകരിക്കില്ലെന്നും മന്ത്രിയോ കളക്ടറോ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നുമായിരുന്നു ജനക്കൂട്ടത്തിന്റെ ആവശ്യം. നേരം പുലർന്നതോടെ ആനയെ കാണാൻ നാട്ടുകാർ കിണറിന് ചുറ്റും തടിച്ചുകൂടി. ഈ സമയം പോലീസും സ്ഥലത്തുണ്ടായിരുന്നു. കാണികൾ തിരക്ക് കൂടിയതോടെ കിണറിന് ചുറ്റും വടം വലിച്ചു കെട്ടി പോലീസ് സുരക്ഷയൊരുക്കി. ഇതിനിടയിൽ ആന കിണറിന്റെ ഒരു വശം ഇടിച്ച് രക്ഷപ്പെടാൻ ശ്രമം ആരംഭിച്ചിരുന്നു. കാണികളുടെ തിക്കും തിരക്കും വർദ്ധിച്ചതോടെ മാധ്യമപ്രവർത്തകരെ ഒഴിച്ച് ബാക്കിയുള്ളവരെ കിണറിന് തൊട്ടടുത്തുനിന്നും മാറ്റി. ഇതോടെ നാട്ടുകാരിൽ ഒരു വിഭാഗം ഇടഞ്ഞു. മാധ്യമപ്രവർത്തകരെയും മാറ്റണമെന്നായിരുന്നു ഇക്കൂട്ടരുടെ ആവശ്യം. സ്ഥിതിഗതികൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കി പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരെയും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കിട്ടിയ വടത്തിനപ്പുറം കടത്തി. ഇതിനിടയിൽ മലയാറ്റൂർ DFOയും ഏതാനും ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. വീട്ടുകാരും ജനപ്രതിനിധികളും നാട്ടുകാരുമായി പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനുള്ള നീക്കം ആരംഭിച്ചിരുന്നു. പിന്നാലെ RDOയും സ്ഥലത്തെത്തി. കോതമംഗലം MLA ആന്റണി ജോൺ, പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി, ജില്ലാ UDF ചെയർമാൻ ഷിബു തെക്കുംപുറം, കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവരും പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചകളിൽ പങ്കാളികളായി. കിണറ്റിൽ വീണ ആന സ്ഥിരം പ്രശ്നക്കാരനാണെന്നും അതിനാൽ മയക്കുപിടി വെച്ച് ആനയെ ഇവിടെ നിന്നും മാറ്റണമെന്നുമായിരുന്നു ജനക്കൂട്ടത്തിന്റെ മുഖ്യ ആവശ്യം. പിന്നാലെ റവന്യൂ, പോലീസ്, വനംവകുപ്പുകളിലെ ഉന്നതർ തമ്മിൽ ആശയവിനിമയം നടത്തി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി. തുടർന്ന് ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ RDO തീരുമാനങ്ങൾ ജനക്കൂട്ടത്തെ അറിയിച്ചു. നാട്ടുകാർ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നുവെന്നും തന്റെ പരിധിയിൽപ്പെടാത്ത കാര്യങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ച് പരിഹാരം കാണുമെന്നുമായിരുന്നു RDOയുടെ അറിയിപ്പിന്റെ ചുരുക്കം. പിന്നാലെ കോട്ടപ്പടി പഞ്ചായത്തിലെ 4 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇതേ തുടർന്ന് മാധ്യമപ്രവർത്തകർ ഒഴികെയുള്ള എല്ലാവരെയും പോലീസ് പ്രദേശത്തു നിന്നും നീക്കി. താമസിയാതെ വഴിയൊരുക്കി മണ്ണുമാന്തി യന്ത്രം സ്ഥലത്തെത്തിച്ചു. പിന്നെയും തിരക്കിട്ട ചർച്ചകൾ. അപ്പോൾ സമയം 5 മണിയോടെടുത്തു. പിന്നെയെല്ലാം ശരവേഗത്തിൽ കിണറിന്റെ തിട്ടിടിച്ച് ആനയെ കരക്ക് കയറ്റുവാൻ ഉദ്യോഗസ്ഥ സംഘം നീക്കം ആരംഭിച്ചു. അരമണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആനയെ കരക്ക് കയറ്റി. കരക്ക് കയറി കൊമ്പൻ മണ്ണുമാന്തി യന്ത്രത്തിന് നേരെ അക്രമാസക്തനായി. പിന്നാലെ ഒറ്റപ്പാച്ചിൽ. പടക്കം പൊട്ടിച്ചും ഒച്ച വച്ചും വനംവകുപ്പിന്റെ വാച്ചർമാരും ഉദ്യോഗസ്ഥരും പിന്നാലെ ഓട്ടം. ഈ ഓട്ടം അവസാനിച്ച് ഏതാനും കിലോമീറ്റർ അകലെ 50 ഏക്കറോളം വരുന്ന റബ്ബർ തോട്ടത്തിൽ. പിന്നീട് ആന എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. ആനയെ കരക്ക് കയറ്റി വിട്ടതിന് പിന്നാലെ വീണ്ടും ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഉദ്യോഗസ്ഥർ ഉറപ്പ് പാലിച്ചില്ലെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നേരത്തെ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്നുമായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. തങ്ങളുടെ ആവശ്യം അംഗീകരിക്കാതെ മണ്ണുമാന്തി യന്ത്രം സ്ഥലത്ത് നീക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു ഇന്നലെ നാട്ടുകാരുടെ നിലപാട്. ഇന്ന് രാവിലെയും പ്രതിഷേധക്കാർ ഇതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. വീട്ടുടമസ്ഥനുണ്ടായ നഷ്ടം എത്രയും പെട്ടെന്ന് ലഭ്യമാക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറിയത്. M4 മലയാളം, കോതമംഗലം.